റിപ്പോർട്ടർ പുറത്തുവിട്ടൊരു വാർത്ത വലിയ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ബേപ്പൂരിൽ ഒരു ബൂത്തിൽ 3 വോട്ടർ ID കാർഡ് ഒരാൾക്ക് കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിലൊരു വലിയ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. സഞ്ജയ് കൗൾ ജില്ലാ കളക്ടറോട് കൂടുതൽ അന്വേഷണം നടത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ പുറത്തുവിട്ട എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗ് ആയിരുന്നു. കള്ളവോട്ടുകൾക്ക് സാധ്യതയുണ്ടാവുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ID കാർഡുകൾ ഒരാൾക്ക് തന്നെ കൂടുതലായി ഒരു ബൂത്തിൽ കിട്ടുന്ന സാഹചര്യമുണ്ടായി. സിനോജ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. സിനോജ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ പുറത്തുവിട്ട വാർത്ത വളരെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല അതിൽ ഉടനടി തന്നെ നടപടി ഉണ്ടാവുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, പ്രത്യേകിച്ച് സഞ്ജയ് കൗൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു വോട്ടർക്ക് 3 വോട്ടർ ID എന്ന് പറയുന്ന അസാധാരണമായ ഒരു സാഹചര്യം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്, അന്വേഷിക്കുന്നത്? ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല 14 ജില്ലയുടെയും ജില്ലാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ജില്ലാ കളക്ടർമാർക്ക് കർശന നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുകയാണ്. എല്ലാ വോട്ടർ പട്ടികയും പരിശോധിക്കണമെന്ന്. കാരണം ഈ ബേപ്പൂരിൽ സംഭവിച്ചത് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിൽ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ എല്ലാ ജില്ലാ കളക്ടർമാർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം ആരെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകി വീണ്ടും വോട്ടർ പട്ടികയിൽ കയറി കൂട്ടിയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ തന്നെ കർശന നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്നു. വെറും 3.5 മണിക്കൂർ കൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് കളക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അദ്ദേഹത്തിനും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനും കാരണം കാണിക്കൽ നോട്ടീസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. അതിനു പുറമെ ഈ വോട്ടർ ID കാർഡ് സ്വന്തമാക്കിയ ഷാഹിർ എന്ന് പറയുന്ന വ്യക്തിക്ക് 3 കാർഡുകളാണ് അദ്ദേഹത്തിന് തപാലിൽ ലഭിച്ചത്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തി കേസെടുക്കാനാണ് നിർദ്ദേശം. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാർഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം 2 തവണ 2023 സെപ്റ്റംബറിലും ഡിസംബറിലും 2 തവണ അപേക്ഷ നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ സസ്പെൻഷൻ ലഭിച്ച 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് പരമാവധി 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചുമത്തി കേസെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ പഴുതടച്ച ഒരു നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുകയാണ്. ഒപ്പം തന്നെ എല്ലാ വോട്ടർ പട്ടികയും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇന്നലെ കോഴിക്കോട് കളക്ടറെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരുന്നു. ഇതിനു മുൻപ് തന്നെ ഇരട്ട വോട്ട് ആരോപണം ഒക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായ ഒരു വീഴ്ചയാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ പറ്റുന്ന വീഴ്ച, അവരുടെ ഉദ്യോഗസ്ഥ തലത്തിൽ പറ്റുന്ന വീഴ്ച, ഒരു രാഷ്ട്രീയ പാർട്ടി ഇടപെടാതെ ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന ഒരു വീഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഗൗരവത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നത്. അരുൺകുമാർ. ഓക്കെ, സിനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നുമാണ് ഈ എക്സ്ക്ലൂസീവ് വാർത്ത പ്രേക്ഷകർ കേട്ടത്. ബേപ്പൂരിലെ ഒരു ബൂത്തിൽ ഒരു വോട്ടർക്ക് 3 തെരഞ്ഞെടുപ്പ് ID ലഭിക്കാനിടയായ ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്.